മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വെളിപാട് 2:4, The book of Revelation, chapter 2, verse 4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സ്നേഹത്തിൽ പിറന്നവരാണ്. എന്നാൽ പതുക്കെ പതുക്കെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട്. നമ്മളൊരു പക്ഷേ പറഞ്ഞേക്കും പല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതായെന്ന്. ഞാനിവിടെ പ്രത്യേകമായിട്ടും ഓർക്കുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് നവജീവൻ. നവജീവനിലെ തോമസ് ചേട്ടന്റെ ശുശ്രൂഷയെ പറ്റി എല്ലാവർക്കും ബോധ്യമുണ്ട്. അനേകം ആളുകൾ ആശുപത്രിയിൽ തള്ളപ്പെടുന്നവർ, വീടുകളിൽ തള്ളപ്പെടുന്നവർ അദ്ദേഹത്തിന്റെ ആ നവജീവൻ ആതുര ഭവനത്തിലുണ്ട്. അവിടെ ശുശ്രൂഷ നോക്കി പ്രായമായ ഒരു ചേട്ടനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടന് രോഗം മൂർച്ഛിച്ചു. ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി, എങ്കിലും രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഈ അവസ്ഥയിൽ വീട്ടുകാരെ വിവരമൊക്കെ ധരിപ്പിച്ചുവെങ്കിലും അവരൊന്നും വന്ന് കാണുവാൻ മുതിർന്നില്ല. അവസാനം മൃതസംസ്കാരത്തിനുള്ള ഒരുക്കമെന്ന നിലയിൽ വീട്ടുകാരോട് ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യണം? അവർ പറഞ്ഞ ഉത്തരം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി ചെയ്തോളൂ, ഞങ്ങൾക്കൊന്നും അറിയേണ്ടതില്ല. ഈ ഒരു അവസ്ഥാവിശേഷം ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇന്ന് പലപ്പോഴും യൂട്ടിലിറ്റേറിയൻ ലവ്, എനിക്ക് ഉപയോഗമുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു, എനിക്ക് ഉപയോഗമില്ലേ പിന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നമ്മളുടെ കാരണവന്മാർ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞു, ഇനിയൊന്നും ഇങ്ങോട്ട് നേടാനില്ല, രോഗിയായി, അപ്പോൾ അവരെ അവഗണിക്കുന്ന ഒരു രീതി നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനസ്സിൽ പറയുന്നു, എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്, ഒന്ന് പോകാൻ മേലെ, തെക്കേക്കുറ്റും വടക്കേക്കുറ്റും ഒക്കെ പോയി ഇവിടെ കിടക്കുക ഒരാള്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട് എന്നുള്ളത് ഞാൻ എടുത്തു പറയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് യൂട്ടിലിറ്റേറിയൻ ലവ്. എനിക്ക് ഉപയോഗമുള്ളിടത്തോളം ഞാൻ സ്നേഹിക്കും. അതിനെതിരെയാണ് തമ്പുരാന്റെ വചനം പറഞ്ഞത്, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. അതാണ് എനിക്ക് നിന്നെപ്പറ്റിയുള്ള പരാതി. നമ്മുടെ ജീവിതത്തില്, കുടുംബത്തിലും സമൂഹത്തിലും ഈ സ്നേഹം നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.